CCTV സെർച്ചിങ് ടീം ഉണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ സെർച്ച് ടീം ഉണ്ടായിരുന്നു, ഒരു CDR അനാലിസിസ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ക്ലൂ കിട്ടുന്നില്ലായിരുന്നു. എസ്പെഷ്യലി റോഡ് സൈഡ് CCTVs നമുക്ക് ഒരു ക്ലൂ കിട്ടുന്നില്ല. ഒരുപാട് CCTVs നോക്കിയിട്ടും പിന്നെ ഈ റെയിൽവേ ട്രാക്കും പിന്നെ ഫ്രണ്ട് സൈഡ് എയർപോർട്ട് സൈഡ് ആണെങ്കിലും നല്ല ഒരു തിക്ക് ഗ്രാസ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ഉച്ച തൊട്ട് ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ഥലത്തെ ഇങ്ങനെ ഓടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ ഓടും നല്ല കവേർഡാണ്. ആ ഓടിലാണ് ഇപ്പോൾ നമുക്ക് ഈ കുട്ടി കിട്ടിയത്. അപ്പോൾ ദാറ്റ്സ് എ വെരി ഗുഡ് റിസ്പൈറ്റ് ഫോർ അസ്. കുട്ടി ഇങ്ങനെ മലർന്ന് കിടക്കുമായിരുന്നു. കുട്ടി ഇപ്പോൾ പ്രിലിമിനറി മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്തു. ഓൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി SIT മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ചെക്കിംഗ് നടക്കുകയാണ്. പക്ഷേ ഈ സ്ഥലം ഏകദേശം 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ കുട്ടി നടന്നിട്ട് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. എങ്ങനെ എത്തും എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് ഇപ്പോൾ ഒരു ടീം ഡോഗ് സ്ക്വാഡായിട്ട് അവിടെ പോയിട്ടുണ്ട്. സെർച്ച് ലൈറ്റ്സ് ഡോഗ് സ്ക്വാഡായിട്ട് പോയിട്ടുണ്ട്. വി ആർ നോട്ട് റൂളിംഗ് ഔട്ട് എനിത്തിങ്. എങ്ങനെ എത്തി കുട്ടി അവിടെ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് ഇന്നലെ രാത്രി നടന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? അതാണ്. സോ ആ ഒരു സാധ്യത വളരെ റെയറാണ്. അതുകൊണ്ട് നമ്മൾ മറ്റേ തിയറീസിലോട്ട് ഒന്നും പോകുന്നില്ല. കുട്ടി ഇവിടെ എങ്ങനെ എത്തിയിട്ടുണ്ടാവും, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, എന്താണ് എന്ന് നമുക്ക് ഒരു കിഡ്നാപ്പിംഗ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടോ? റോഡ് മാർഗം ഒരു കിഡ്നാപ്പിംഗ് അറ്റംപ്റ്റ് നടന്നതിൻ്റെ സൂചനകളുണ്ടോ? അതിപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. റോഡ് മാർഗം പറയാനായിട്ടില്ല. ബെറ്റർ നോട്ട് ഡിസ്കസ് ദാറ്റ്. സാർ, അവിടുത്തെ ആ ഭൂപ്രകൃതിയും ആ പുൽക്കാടും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ശ്രമം ഉണ്ടാകുക എന്നതല്ലേ തോന്നുന്നത് ആദ്യ നിഗമനം? അതുകൊണ്ടാണ് നമ്മളൊന്നും റൂൾ ഔട്ട് ചെയ്യുന്നില്ല. കുട്ടി സ്വന്തമായിട്ട് തന്നെ പോയി എന്ന് നമ്മൾ പറയുന്നില്ല. അത് വി കനോട്ട് കൺക്ലൂഡ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഇപ്പോഴും അവിടെ ടീമുണ്ട്. ആ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ടീമുണ്ട്. പക്ഷേ വി ആർ സർച്ചിങ് ഫോർ ക്ലൂസ്. ഒരുപാട് മണിക്കൂറുകൾ ഇന്ന് കുട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇത്രയും ചൂടുള്ള പകലായിരുന്നു. അപ്പോൾ അത് നല്ല ചൂടായിരുന്നു. കുട്ടി കണ്ടാൽ തന്നെ ഒരു ഡീഹൈഡ്രേറ്റഡ് ലുക്കാണ്. പക്ഷേ അത് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത് എങ്ങനെയായിരുന്നു സാറേ? സെർച്ചിങ് ആണ്, ഫിസിക്കൽ സെർച്ചിങ് ആണ്. രാവിലെ തൊട്ട് സെർച്ചിങ് ചെയ്തു. അത് കറക്റ്റ് നമുക്ക് ഒരു ഐ ലെവൽ നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ഡ്രോണിൽ കുറച്ചൊക്കെ ഈ ഏരിയാസ് മനസ്സിലാവുമല്ലോ, ടോപ്പ് വ്യൂവിൽ. അതിൽ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ കിട്ടിയതാണ്. ഡ്രോൺ സെർച്ചാണ് നിർണായകമായത്. അത് നല്ല പിന്നെ ഒരു പെർസിസ്റ്റൻസ്. 3 മണിക്ക് തുടങ്ങിയ കാര്യം ഒരു 7:15 നമുക്ക് കിട്ടിയത്. അതൊരു നല്ല എഫേർട്ടായിരുന്നു. ആ ടീം അവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. CCTV ആൾക്കാർ ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമല്ലോ. സോ താങ്ക്ഫുള്ളി ഷീ ഈസ് അലൈവ് ആൻഡ് ലുക്കിംഗ് ഹെൽത്തി ഔട്ട്വേർഡ്ലി. ഈ റോഡ് മാർഗ്ഗം ഒരു പങ്കുവെന്നാണല്ലോ സ്വാഭാവികമായിട്ടും. എങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സാധ്യത ആ നിലയിലുള്ള പരിശോധനകൾ CCTV കേന്ദ്രീകരിച്ചുണ്ടോ സാർ? അത് കണ്ടിന്യൂസ് നടക്കുകയാണ്. ഇപ്പോഴും നമ്മളത് വിട്ടിട്ടില്ല. ഇപ്പോൾ അവർ ബ്രേക്ക് എടുത്തിട്ട് ഒരു ചായ കുടിക്കാൻ പോയതാണ് CCTV ടീം. രാവിലെ മുതൽ ഒരു യെല്ലോ കളർ സ്കൂട്ടറിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൊറാബറേഷൻ കിട്ടുന്നില്ല നമുക്ക്. വി ആർ ചെക്കിങ്. ആരുടെയെങ്കിലും സംശയമുള്ളവരുടെ ചിത്രങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഉള്ള എഫേർട്സ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കിപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. എഫേർട്സ് ഉണ്ടായിരുന്നു. കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയാനായിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് പറയാനും ആയിട്ടില്ല. അപ്പോൾ നമ്മളൊന്നും റൂൾ ഔട്ട് ചെയ്യില്ല. സോ വി ആർ ഓപ്പൺ ടു ഓൾ പോസിബിലിറ്റീസ്. ബട്ട് ദ ചൈൽഡ് ഈസ് വെരി ഹെൽത്തി. അതുകൊണ്ട് ആശ്വാസമുണ്ട്. ഈ കുട്ടിയെ കിട്ടാതിരുന്നപ്പോഴാണ് രേഖാചിത്രത്തിൻ്റെ സാധ്യതയിലേക്ക് പോയതല്ലേ സാർ? നമ്മൾ ഓരോ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ചില ഐഡിയാസ് ഇങ്ങനെ വന്നപ്പോൾ അതിലെ നമ്മൾ ഒരു സ്കെച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് സ്കെച്ച് വന്നത്. അല്ലാതെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു കിഡ്നാപ്പറുടെ സ്കെച്ച് ഒന്നും തയ്യാറാക്കിയിട്ടില്ല. അങ്ങനെ സംശയിക്കുന്നു. അതിന് കൊറാബറേഷൻ ഇല്ല. ദാറ്റ് we give that much value to that. Only with corroboration we can value that.